ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് LCD ആണ്. LCD എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഇപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയുടെ ഒരു ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് നിങ്ങൾക്കറിയാം. നമുക്കിവിടെ ഒരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും. നമ്മളിതിനെ ബാക്ക് ലൈറ്റ് എന്നാണ് പറയുക, ലൈറ്റ് സോഴ്സ്. ഈ ലൈറ്റ് സോഴ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് ഫിലിമുകൾ വെക്കും. പോളറൈസ്ഡ് ഫിലിംസ് എന്നാണ് പറയുക. ഹൊറിസോണ്ടൽ പോളറൈസ്ഡും അതേപോലെ തന്നെ വെർട്ടിക്കൽ പോളറൈസ്ഡുമായിട്ടുള്ള ഫിലിമുകൾ നമ്മൾ ഫിക്സ് ചെയ്യും. ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയിലൊക്കെ മൾട്ടിപ്പിൾ ഫിലിംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്കിതിന് അക്രോസ് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് നമുക്ക് ലൈറ്റിനെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ എപ്പോൾ ലൈറ്റ് കൊണ്ടുവരണം വേണം, എപ്പം ലൈറ്റ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം എന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ LCDകൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ LCDs യൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ആൽഫബെറ്റ്സ്, ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ ആണെങ്കിൽ ആൽഫബെറ്റ്സ്, പിന്നെ അതേപോലെ തന്നെ നമ്പേഴ്സ്, പിന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. നോർമലി ASCII സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും നമുക്ക് LCD യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ LCDനെ നമുക്ക് 2 മോഡിൽ ഓപ്പറേറ്റ് ചെയ്യിക്കാം. ഒന്ന് 8-bit മോഡാണ്, പിന്നെ ഒന്ന് 4-bit മോഡ്. 8-bit മോഡ് എന്ന് പറഞ്ഞാൽ LCDക്കകത്ത് നമ്മൾ 8 പിന്നുകൾ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക ഇതിനു വേണ്ടി. 4-bit മോഡാണെങ്കിൽ നമ്മൾ 4 പിന്നുകളായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ 8-bit മോഡാണെങ്കിൽ 4 പിന്നെ, 4-bit ആണെങ്കിൽ 8-bit മോഡാണെങ്കിൽ 8 പിന്നെ, 4-bit മോഡാണെങ്കിൽ 4 പിന്നെ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പിന്നുകളെല്ലാം പാരലലായിട്ടാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുക. പാരലൽ ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് 8 ബിറ്റ് ഡാറ്റകൾ സെൻഡ് ചെയ്യണമെങ്കിൽ 8 ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പിന്നുകൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ അർഡിനോ യുനോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അർഡിനോ യുനോൻ്റെ അകത്തുള്ള 8 IO പിന്നുകൾ നിങ്ങൾ യൂസ് ചെയ്തിട്ട് LCDയിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 8 പിന്നുകൾ ഇവിടെ ബ്ലോക്കായി പോകും. ഒന്നാമത് നമുക്ക് അർഡിനോ യുനോൻ്റെ അകത്തൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള IO പിന്നുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനകത്ത് 8 പിന്ന് LCDക്ക് വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ വളരെ ഫാസ്റ്റാണ് 8-bit മോഡിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ. 4-bit എന്ന് പറയുമ്പം 8-bit ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിട്ടുള്ള റെസ്പോൺസാണ് തരിക. പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് 4 പിന്നുകൾ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് IOൻ്റെ അകത്തുള്ള അർഡിനോ എടുക്കുകയാണെങ്കിൽ അർഡിനോൻ്റെ അകത്തെ 4 IO പിന്നുകൾ മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റാസ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും LCDയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് കേസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് LCDൻ്റെ 4-bit ഓപ്പറേഷനാണ്. ഓക്കെ, ഇതാണ് LCDയുടെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. പിന്നെ അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 16 കോളം എലമെൻറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ 2 റോസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് 16 ക്യാരക്ടേഴ്സിനെ ഈ ഒരു സിംഗിൾ റോയ്ക്കകത്ത് റെപ്രസെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ തൊട്ട് താഴെ വീണ്ടും 16 ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ A എന്ന് പറയുന്ന ലെറ്റർ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യിക്കുക, അല്ലേ? ഇപ്പോൾ 0 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഓരോ ക്യാരക്ടേഴ്സിനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ചെറിയൊരു ഷെയ്ഡഡ് റീജിയനിൽ കാണുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാരക്ടേഴ്സിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് 16 കോളമും 2 റോയും ഉള്ളതുകൊണ്ട് നമ്മൾ ഈ LCDനെ പറയുക 16:2 LCD ഡിസ്പ്ലേ എന്നാണ് പറയുക. നമുക്കിതിൻ്റെ പിന്നുകൾ ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് പിന്നെന്ന് പറയുന്നത് ഗ്രൗണ്ടാണ്, GND. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അർഡിനോൻ്റെ അകത്തുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്ന ടെർമിനലിലേക്ക് നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് കണക്ട് ചെയ്ത് വെക്കുന്നു. അർഡിനോൻ്റെ അകത്തുള്ള GND എന്ന് പറയുന്ന ടെർമിനലിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് വെക്കുന്നു. ഇനി VCC 5 വോൾട്ട്, അത് നമ്മൾ അർഡിനോൻ്റെ അകത്തുള്ള 5 വോൾട്ട് എന്ന് പറയുന്ന വോൾട്ടേജ് ടെർമിനലിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നു. പിന്നെ V0 എന്ന് പറയുന്ന ടെർമിനൽ. V0 എന്ന് പറഞ്ഞാൽ കോൺട്രസ്റ്റ് ആണ്. കോൺട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ലെറ്റേഴ്സിൻ്റെ കോൺട്രസ്റ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നത് ഈ V0 എന്ന് പറയുന്ന ടെർമിനലിൽ നിന്ന് നമ്മളൊരു വയർ എടുത്തിട്ട് അതിനെ നമ്മളൊരു പൊട്ടൻഷ്യോമീറ്ററിലേക്ക് കണക്ട് ചെയ്യും. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ റെസിസ്റ്ററാണ്. ഈ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ ഒരു എൻഡിൽ നമ്മൾ അർഡിനോയിൽ നിന്നുള്ള 5 വോൾട്ടും മറ്റേ എൻഡിൽ നമ്മൾ അർഡിനോയിൽ നിന്ന് വരുന്ന ഗ്രൗണ്ടും നമ്മൾ കണക്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു വേരിയബിൾ വോൾട്ടേജസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം മൾട്ടിപ്പിൾ വേരിയബിൾ വോൾട്ടേജസ് വരുന്നതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കോൺട്രസ്റ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ കോൺട്രസ്റ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലാബിൽ കണ്ടാണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന
കമ്പോണൻറ്റ്. അതിൻ്റെ മുകളിൽ ഒരു നോബ് ഉണ്ടാവും. ഈ നോബ് നമ്മളിങ്ങനെ പിടിച്ച് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിതിന് 3 ടെർമിനൽസ് ആയിരിക്കും ഉണ്ടാകുക. ഒരു വേരിയബിളിലും ഒരു ഫിക്സഡിൻ്റെ അക്രോസ് നമ്മൾ വോൾട്ടേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ വോൾട്ടേജസ് കിട്ടും. ആ മൾട്ടിപ്പിൾ വോൾട്ടേജസ് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ലെറ്റേഴ്സിൻ്റെ കോൺട്രാസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കങ്ങനെ കോൺട്രാസ്റ്റ് ഒന്നും കൺട്രോൾ ചെയ്യേണ്ട, ഒരു ഫിക്സഡ് വോൾട്ടേജിൽ നിർത്തിയാൽ മതിയെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു റെസിസ്റ്റർ ഇട്ടിട്ട് 5 വോൾട്ടിലേക്ക് ഇത് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം. പിന്നെ അടുത്ത ടെർമിനലാണ് RS എന്ന് പറഞ്ഞ ടെർമിനൽ. RS എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ സെലക്ട്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡാറ്റാസും അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും നമുക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് ഡാറ്റ ആയിരിക്കും സെൻഡ് ആയിട്ട് വരിക, ചിലപ്പോൾ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് A എന്ന് പറയുന്ന ഒരു ലെറ്റർ സെൻഡ് ചെയ്യണം. അപ്പോൾ A എന്ന് പറയുന്നത് എന്താണ്? ഡാറ്റയാണ്. പക്ഷേ ആ A എന്ന് പറയുന്ന ലെറ്ററിനെ എനിക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അതെന്താണ്? മൂവ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ ഇത് ഡാറ്റ രജിസ്റ്ററിലേക്കാണോ ഞാൻ കൊടുക്കേണ്ട വാല്യൂ സ്റ്റോർ ചെയ്യേണ്ടത്, അതോ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്കാണോ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആളാണ് RS എന്ന് പറയുന്ന രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്ന ടെർമിനൽ. ഇപ്പോൾ രജിസ്റ്റർ സെലക്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു IO പിന്നുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം. പിന്നെ അടുത്ത വരുന്ന പിന്നാണ് R⁻W, റീഡ് ഓർ റൈറ്റ് എന്ന് പറയുന്ന പിന്ന്. ഇപ്പോൾ റീഡ് എന്ന് പറഞ്ഞാൽ LCDക്ക് അകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാല്യൂസ് അതിൻ്റെ ഡാറ്റ രജിസ്റ്ററിൽ നിന്ന് റീഡ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അത് യൂഷ്വലി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. നമുക്ക് മിക്ക കേസിലും നമുക്ക് വേണ്ടത് റൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പോൾ റൈറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിലാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളിതിന് ജസ്റ്റ് ഗ്രൗണ്ട് ടെർമിനലായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. IO ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനിയുള്ളതാണ് എനേബിൾ എന്ന് പറയുന്ന പിന്നെ. എനേബിൾ എന്ന് പറയുന്ന പിന്നെ നോർമലി നമ്മൾ വേറൊരു IO ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഈ എനേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എൻ്റെ ഡിസ്പ്ലേനെ നമ്മൾ എനേബിൾ ചെയ്യിക്കാനും ഡിസേബിൾ ചെയ്യിക്കാനും വേണ്ടിയുള്ള പിന്നാണ് എനേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരു IO പിന്നുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 8 പിന്നുകൾ കാണാം. 8-bit മോഡിലാണെങ്കിൽ ഈ 8 പിന്നുകളും ഞാൻ എന്തായിട്ട് കണക്ട് ചെയ്യണം? 8 IO പിന്നുമായിട്ട് കണക്ട് ചെയ്യണം. പക്ഷേ ഞാൻ 4-bit മോഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അപ്പർ 4 പിന്നുകൾ, അതായത് D4, D5, D6 ആൻഡ് D7, ഇത്രയും പിന്നുകൾ ഞാൻ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിനു വേണ്ടി അർഡിനോൻ്റെ അകത്തുള്ള ഒരു 4 IO പിന്നും കൂടെ ഞാൻ യൂസ് ചെയ്യുകയാണ്. ഇതുമായിട്ട് കണക്ട് ചെയ്തു, ഇതിൻ്റെ തൊട്ടിപ്പുറത്തുമായിട്ട് കണക്ട് ചെയ്യുന്നു. കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ, നിങ്ങൾ വൃത്തിക്ക് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ 4 എണ്ണം ഞാൻ ഈ 4 കണക്ഷനായിട്ട് ഞാൻ കണക്ട് ചെയ്ത് വെക്കുകയാണ്. D4, D5, D6, D7. പിന്നെ ആനോഡ് കാഥോഡുണ്ട്. ആനോഡ് കാഥോഡ് എന്ന് പറയുന്നത് LCD വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനൊരു ബാക്ക് ലൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു. ഈ ബാക്ക് ലൈറ്റിനെ എനർജൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ 2 ടെർമിനൽസ്. സോ യൂഷ്വലി നമ്മൾ ആനോഡ് എന്ന് പറഞ്ഞ ടെർമിനലിലേക്ക് ഒരു +5 വോൾട്ടും കാഥോഡിലേക്ക് നമ്മൾ ഗ്രൗണ്ടുമാണ് കണക്ട് ചെയ്യുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കണക്ഷൻ കൊടുത്തില്ലെങ്കിൽ ബാക്ക് ലൈറ്റ് കത്തൂല. ബാക്ക് ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഒന്നും വരത്തില്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കണക്ഷൻസ് വരിക. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്കിവിടെ ഒരു 4 ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള 4 പിന്നുകളും പിന്നെ ഇതിനെ LCDനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയുള്ള 2 പിന്നുകളും, അങ്ങനെ മൊത്തം നമുക്ക് 6 ഡിജിറ്റൽ IO പിന്നുകൾ മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം ഞാൻ 8-bit മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിനോട് കൂടെ ഒരു 4 പിന്നും കൂടെ എക്സ്ട്രാ ഞാൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതങ്ങനെ പ്രിഫർ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ ഇത് പിന്നിൻ്റെ കുറച്ചും കൂടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്ലൈഡാണ്. രജിസ്റ്റർ സെലക്ട്, ഡാറ്റ രജിസ്റ്റർ ഉണ്ട്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഞാൻ സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണോ സെൻഡ് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ ആണോ എന്ന് അനുസരിച്ച് അതിലേത് രജിസ്റ്റർ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളാണ് രജിസ്റ്റർ സെലക്ട് എന്ന് പറയുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ ആണോ റൈറ്റ് ഓപ്പറേഷൻ ആണോ? യൂഷ്വലി റൈറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ് നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ എനേബിൾ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേനെ എനേബിൾ ചെയ്യിക്കുന്നത്. അത് എനേബിൾ ചെയ്യിക്കണോ, ഡിസ്പ്ലേ എപ്പോൾ ഓൺ ആക്കണം എപ്പോൾ ഓഫ് ആക്കണം എന്ന് എനേബിൾ പിന്നെ യൂസ് ചെയ്തിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ D0 മുതൽ D7 വരെയുള്ള ഡാറ്റ അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷനും ഒക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന പിന്നുകൾ. പിന്നെ അത് 4-bit മോഡാണെങ്കിൽ നമ്മൾ D0, D5, D6, D7 മോഡ് പിന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ LCDയുടെ ഫസ്റ്റ് പിന്ന് ഗ്രൗണ്ട്, സെക്കൻഡ് പിന്ന് VCC. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന 3rd പിന്ന് കോൺട്രാസ്റ്റ് പിന്നാണ്. നമ്മുടെ സ്ലൈഡിൻ്റെ അകത്ത് V0 എന്ന് എഴുതിയത് പല റെപ്രസെൻറ്റേഷനാണ്. V എന്ന് പറഞ്ഞാലും V0 എന്ന് പറഞ്ഞാലും
എല്ലാം കോൺട്രാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് പിന്നെ നമ്മൾ റെസിസ്റ്ററിൻ്റെ വേരിയബിൾ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യുന്നു. വേരിയബിൾ റെസിസ്റ്ററിൻ്റെ മറ്റേ എൻഡിൽ ഗ്രൗണ്ട് ആയിരിക്കും, ഒരു എൻഡിൽ 5 വോൾട്ട് ആയിരിക്കും കോൺട്രാസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ ബാക്ക് ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നുകൾ ആനോടും കാതോടും, ബാക്ക് ലൈറ്റും നമ്മൾ ഇതേപോലെ തന്നെ 5 വോൾട്ടും ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ജസ്റ്റ് എൻ്റെ പ്രോഗ്രാം സൈഡിലേക്ക് പോവാണ്. അപ്പം പ്രോഗ്രാം സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അർഡിനോയിൽ നിന്ന്, ഇത് എൻ്റെ അർഡിനോ ബോർഡാണെങ്കിൽ ഞാൻ VCCകൾ, ഗ്രൗണ്ടുകൾ, കോൺട്രാസ്റ്റിൻ്റെ പിന്നുകൾ, ബാക്ക് ലൈറ്റിൻ്റെ പിന്നുകൾ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിവാക്കുകയാണ്. അത് എന്തായാലും അതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യണം. അതേസമയം നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ IO കണക്ഷൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് IO കണക്ഷൻസ് വരിക. IO ആയിട്ട് കണക്ഷൻസ് വരുന്നത് ഒന്ന് രജിസ്റ്റർ സെലക്ട് ആണ്, പിന്നെ ഒന്ന് എനേബിൾ ആണ്. ഈ സെക്ഷനിൽ ഈ ഭാഗത്ത് നമുക്ക് വരിക. അപ്പം ഒരു പിന്നെ ഞാൻ എനേബിളിലേക്ക് കണക്ട് ചെയ്തു, ഒരു IO പിന്നെ ഞാൻ രജിസ്റ്റർ സെലക്റ്റിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് വരിക D4, D5, D6, D7, ഈ ഒരു 4 പിന്നുകളാണ്. ഈ 4 പിന്നുകൾ ഞാൻ വേറെ ഒരു 4 IO പിന്നുകളും കൂടെ ഞാൻ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് IO കണക്ഷൻസ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന പിന്നുകൾ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, ബാക്കിയുള്ള കണക്ഷൻസ് നിർബന്ധമാണ്. ബാക്ക് ലൈറ്റിന് വേണ്ടിയുള്ള സപ്ലൈ, കോൺട്രാസ്റ്റിന് വേണ്ടിയുള്ള സപ്ലൈ, ഇതിൻ്റെ VCC ഗ്രൗണ്ട്, പിന്നെ റൈറ്റ് ഓപ്പറേഷൻ ആണ് കാണിക്കാൻ വേണ്ടിയുള്ള ഗ്രൗണ്ടിൻ്റെ കണക്ഷൻ. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. പക്ഷേ പ്രോഗ്രാം പാർട്ടിൽ നമുക്ക് വേണ്ടത് ഇത്രയും IO പിന്നുകൾ എവിടെ ഏത് പിന്നിൽ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് ജസ്റ്റ് എൻ്റെ പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കി പോവാം. ആദ്യം നമുക്ക് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ക്യാരക്ടേഴ്സ് സെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. ക്യാപിറ്റൽ A ആണോ, സ്മോൾ a ആണോ, നമ്പേഴ്സ് ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആണോ, ഇതിൻ്റെ ഓരോന്നിൻ്റെ ആസ്കി കോഡുകൾ നോക്കി അതിനനുസരിച്ച് സെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ കൺട്രോളുകൾ എല്ലാം ചെയ്യുന്നത് നമ്മൾ LCDയുടെ ലൈബ്രറി ഫയലുകൾ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അർഡിനോ ബോർഡിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ലൈബ്രറി ഫയൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ഈ ലൈബ്രറി നമ്മുടെ പ്രോഗ്രാമിലേക്ക് നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ നോർമലി നമ്മൾ സിക്കകത്ത് നമ്മൾ എങ്ങനെയാണോ ഇത് ഫയലുകൾ ആഡ് ചെയ്യുന്നത് അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്ന ലൈബ്രറി നമ്മൾ ആഡ് ചെയ്യുക. ആഷ് ഇൻക്ലൂഡ് ബ്രാക്കറ്റിൻ്റെ അകത്ത് liquidcrystal.h. ഓക്കെ, ഇനി നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ടത് IO പിന്നുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. രജിസ്റ്റർ സെലക്ട് ഉണ്ട്, എനേബിൾ ഉണ്ട്, D4, D5, D6, D7 ഉണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ LCD എന്നുള്ളൊരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇത് നമ്മുടെ ലൈബ്രറി ഫയലാണ് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ LCD എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RS എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ സെലക്ട് ഞാൻ കണക്ട് ചെയ്യുന്നത് എൻ്റെ IO പിന്നിൻ്റെ അകത്തെ 12ാമത്തെ പിന്നിലേക്കാണ്. അതായത് ഇവിടെ ഈ RS ഞാൻ കണക്ട് ചെയ്യുന്നത് 12ലേക്കാണ്. ഓക്കെ, ഇനി ഇവിടെ 11ലേക്കാണ് ഞാൻ എൻ്റെ എനേബിൾ കണക്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഈ പിന്നെന്ന് പറയുന്നത് 11ആണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ D4 എന്ന് പറയുന്നത് 5ാമത്തെ പിന്നാണ്. ഇവിടെ ഇതാണ് എൻ്റെ D4, ഇത് 5ാമത്തെ പിന്നാണ്. D5 എന്ന് പറയുന്നത് 4ആണ്, D6 എന്ന് പറയുന്നത് 3ആണ്, D7 എന്ന് പറയുന്നത് 2ആണ്. സോ 5, 4, 3, 2 ഇങ്ങനെയാണ് പിൻ കണക്ഷൻസ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് പിന്നിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. നോർമലി നമ്മൾ 0th പിന്നും 1st പിന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. അതൊഴികെ ബാക്കിയുള്ള ഏത് IO പിന്നിലേക്ക് വേണമെങ്കിലും നമുക്ക് LCDയുടെ കൺട്രോൾസ് നമുക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് LCD എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇതതിൻ്റെ കറസ്പോണ്ടിങ് ഇൻപുട്ടുകൾ, ആ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഇൻപുട്ടുകൾ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സാണ്. ഓക്കെ, ഇനി ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 16:2 LCD ആണ്.
ഇപ്പം ഈ പ്രോഗ്രാമിന് അറിയത്തില്ല ഞാൻ യൂസ് ചെയ്യുന്നത് 16:2 ആണോ അല്ലയോ എന്ന് നമുക്ക് പ്രോഗ്രാമിന് അറിയത്തില്ല അല്ലേ, അഡിനോ ബോർഡിന് അറിയത്തില്ല ഞാൻ ഇൻ്റർഫേസ് ചെയ്യാൻ പോകുന്ന LCD ഏതാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഓൾറെഡി LCD എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ബിഗിൻ വിളിക്കാൻ വേണ്ടി .begin വിളിച്ചാൽ മതി. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഊപ്സ് കൺസെപ്റ്റിൻ്റെ അകത്തൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. LCD.begin വിളിച്ചിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് 16,2 നമ്മൾ കൊടുക്കണം. അപ്പോൾ 16 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് കോളംസ് ആണ്, 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസ്. അപ്പോൾ 16/2 ആണെങ്കിൽ നമ്മൾ 16,2 കൊടുക്കും. അതേസമയം 20/4 ആയിരുന്നു നിങ്ങളുടെ LCD എങ്കിൽ, 20/4 ആയിരുന്നു നിങ്ങളുടെ LCD എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് LCD.begin ബ്രാക്കറ്റിൻ്റെ അകത്ത് 20,4 എന്ന് വേണം കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നത് നിങ്ങൾ ഏത് LCD ആണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി LCD.clear എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്, ക്ലിയർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. അപ്പം ഇത് നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ അകത്തുള്ളൊരു ഫംഗ്ഷനാണ്. സോ LCD.clear എന്നാണ് നമ്മളിതിനെ കോൾ ചെയ്യുക. ഇത് ജസ്റ്റ് നമ്മൾ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ LCDക്കകത്തുള്ള എല്ലാ ഡാറ്റകളും ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അപ്പർ ലെഫ്റ്റ് കോർണറിലേക്ക്, അതായത് LCDക്കകത്ത് ഇങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് അപ്പർ ലെഫ്റ്റ് കോർണറിലേക്ക് നമ്മുടെ കേഴ്സർ വന്ന് നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി സപ്പോസ് എനിക്ക് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു മാറ്റർ പ്രിൻ്റ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് ഇത് തന്നെയാണ്, LCD.print ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് കൊട്ടേഷൻ മാർക്ക് കൊടുക്കുന്നു, ഹലോ വേൾഡ് എന്ന് എഴുതുന്നു, കൊട്ടേഷൻ മാർക്ക് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, സെമിക്കോളൻ വിളിക്കുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് LCDക്കകത്ത് ഹലോ വേൾഡ് എന്ന് പറയുന്ന മാറ്റർ കാണും. അപ്പോൾ നമ്മൾ നേരത്തെ ക്ലിയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് ഇവിടെ നിന്നായിരിക്കും പ്രിൻ്റ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തിൻ്റെ അകത്ത് H വരും, E വരും, L O വരും, സ്പേസ് വരും, ORLD. ഇതെല്ലാം ഓരോരോ സെക്ഷൻ്റെ അകത്തായിരിക്കും അല്ലേ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ടല്ലോ, ഓരോന്നിൻ്റെ അകത്തും ഇതിങ്ങനെ പ്രിൻ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ സെറ്റ് കേഴ്സർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. സെറ്റ് കേഴ്സർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ എലമെൻറ്റിനെ നമ്മൾ വിളിക്കുക 0/0,0 എന്ന് പറയുക. ഇതാണെങ്കിൽ നമ്മളതിനെ 0,1 എന്നാണ് പറയുക. അതായത് അങ്ങനെ നമുക്കിതിൻ്റെ കേഴ്സർ, ഇതിൻ്റെ സ്റ്റാർട്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വേണമെങ്കിൽ മാറ്റാം, വേണമെങ്കിൽ താഴേക്ക് വേണമെങ്കിൽ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സെറ്റ് കേഴ്സർ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്ലാസ് നോട്ടിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.